തലനാരിഴക്കി, ദൈവത്തിൻ്റെ കൈകൾ, ഭാഗ്യം, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് വിശ്വാസ് കുമാറിനെ കുറിച്ച് പറയാൻ കഴിയും. തീഗോളമായി സഹയാത്രികർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ. എങ്ങനെയാണ് അപകടമെന്നോ കാരണമെന്നോ വ്യക്തമല്ല. ഒരുപാട് ഊഹാപോഹങ്ങളാണ് നമ്മൾ കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും. തകർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി എന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു. എന്താണ് ബ്ലാക്ക് ബോക്സ് എന്ന് ഇതിനോടകം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇതിനു മുൻപും നമ്മൾ ഈ വാക്ക് കേട്ടിരുന്നു. കരിപ്പൂർ വിമാന അപകടം നടന്നപ്പോഴാണ് അത്. അതായത് 2020 ഓഗസ്റ്റ് 7 ഒരു കോവിഡ് ഭീതി കാലത്ത് അന്ന് നാട്ടുകാർ മുന്നിൽ നിന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ലോകം തന്നെ അതിശയത്തോടെയാണ് നോക്കിക്കണ്ടത്. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം 35 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ലാൻഡിംഗ് സമയത്ത് വിമാനം അതീവ വേഗതയിലായിരുന്നുവെന്നും റൺവേയിൽ അത് നിയന്ത്രണം നഷ്ടമായി താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അഹമ്മദാബാദ് വിമാന അപകടം നടന്ന് 9 മണിക്കൂറിന് ശേഷമാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. അതോടെ വീണ്ടും അത് ചർച്ചയാവുന്നു. റെക്കോർഡുകൾ അടങ്ങിയ 2 ഓറഞ്ച് ബോക്സുകളാണ് യഥാർത്ഥത്തിൽ ബ്ലാക്ക് ബോക്സുകൾ. വിമാന അപകടങ്ങളുടെ കാരണം കണ്ടെത്തുന്നതിന് 1950കളിൽ ആരംഭിച്ച രീതിയാണിത്. തുടക്കകാലത്ത് ഒരു ലോഹ ചീളിലാണ് വിവരങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നത്. പിന്നീട് കാന്തിക ഡ്രൈവുകളും മെമ്മറി ചിപ്പുകളുമായി മാറി. ഉയർന്ന താപനില, വെള്ളത്തിൽ മുങ്ങൽ, ആഘാതം എന്നിവയെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ഇത്. പ്രധാനമായി 2 ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകുക. റെക്കോർഡ് സംവിധാനമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും കോക്പിറ്റ് വോയിസ് റെക്കോർഡുമാണ്. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ വിമാനത്തിൻ്റെ വേഗത, ഉയരം, എഞ്ചിൻ്റെ അവസ്ഥ, റഡാർ വിവരങ്ങൾ, കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങൾ രേഖപ്പെടുത്തും. പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, എഞ്ചിൻ ശബ്ദങ്ങൾ തുടങ്ങിയ കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകളും മറ്റു ശബ്ദങ്ങളുമാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ ഉയരം, കാറ്റിൻ്റെ വേഗത, ലംബത്വരണം, പിച്ച്, റോൾ, ഓട്ടോ പൈലറ്റ് സ്റ്റാൻഡ് തുടങ്ങിയ 80ലധികം വ്യത്യസ്ത തരം വിവരങ്ങളും രേഖപ്പെടുത്തുന്നു. 25 മണിക്കൂറിലേറെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യും. അപകടമുണ്ടായാൽ ആഘാതം കുറവാകുന്ന പിൻഭാഗത്തായിരിക്കും ബ്ലാക്ക് ബോക്സുകൾ സജ്ജീകരിക്കുക. വെള്ളത്തിനടിയിലാകുമ്പോൾ കണ്ടെത്താനായി 30 ദിവസത്തിലേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയക്കുന്ന ബീക്കൺ സജ്ജീകരിച്ചിരിക്കും. എന്നാൽ മലേഷ്യൻ എയർലൈൻസ് MH370 വിമാനം അപ്രതീക്ഷിതമായി സന്ദർഭങ്ങളിൽ ബീക്കണിൽ നിന്ന് വിവരം കണ്ടെത്താനായിട്ടില്ല. ബ്ലാക്ക് ബോക്സ് ഡേറ്റ വിശകലനം ചെയ്താൽ അപകട കാരണം മനസ്സിലാകും. മനുഷ്യപ്പിഴവ്, സാങ്കേതിക തകരാർ, കാലാവസ്ഥ തുടങ്ങിയ ഏത് കാരണവും ഡേറ്റ വിശകലനത്തിലൂടെ കണ്ടെത്താനാകും. ബ്ലാക്ക് ബോക്സ് ആണ് പേരെങ്കിലും ഓറഞ്ച് നിറത്തിലാണെന്ന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പിൻഭാഗം കത്താതിരുന്നതിനാലാണ് വേഗത്തിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായത്. അപകടത്തിന് തൊട്ടു മുമ്പ് പൈലറ്റുമാർ സംസാരിച്ചതടക്കം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്താനാകും. വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്നും ബ്ലാക്ക് ബോക്സ് പരിശോധനയിലൂടെ അറിയാനാകുമെന്നാണ് കരുതുന്നത്. ഈ വാർത്തകളെല്ലാം പുറത്തു വരുമ്പോൾ ആണ് ഒരു പോസ്റ്റ് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. തകർന്ന എയർ ഇന്ത്യ വിമാനത്തിലെ മുൻ യാത്രക്കാരൻ്റെതായിരുന്നു ആ പോസ്റ്റ്. ഇദ്ദേഹത്തിന് മുൻ യാത്രയിലും തകരാറുകൾ സംഭവിച്ചതായി അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരുന്ന ആകാശ് വത്സയാണ് എക്സിലാണ് വീഡിയോ സഹിതം അനുഭവം പങ്കുവച്ചത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI-171 തകർന്നു വീഴുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു യാത്രക്കാരനാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഭീതി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്.